അപ്പോൾ നമുക്ക് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. 4ാമത്തെ മൊഡ്യൂൾ. അപ്പോൾ നിങ്ങൾക്ക് കുറേ സ്ലൈഡ്സ് ഞാൻ അയച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ലൈഡ്സിലുള്ളത് നിങ്ങൾ പഠിച്ചാൽ മതി. ഡെഫിനേഷനൊക്കെ സിമ്പിളായിട്ടുള്ള സ്ലൈഡ്സ് പഠിച്ചാൽ മതി. അപ്പോൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞില്ലേ. റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണ്, ഒരു എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ആ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട്സ് കിട്ടുക അല്ലേ. ആ ഔട്ട്പുട്ട്സിലാണ് നമ്മൾ പിന്നെ ഫർദർ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട പ്രിക്കോഷൻസ്, എങ്ങനെ ആ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യണം, എങ്ങനെ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് അലോക്കേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. നോക്കാം. ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ് മീൻസ് ഹൗ ടു ഡിസൈൻ ആൻ എക്സ്പെരിമെൻറ്റ് in the sense that how the observations or measurements should be obtained to answer a query in a valid, efficient and economical way. അപ്പോൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവും അല്ലേ. നമ്മൾ എന്തിനാണ് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്, നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് മനസ്സിലുണ്ടായിക്കൊണ്ട് ഒരു വാലിഡ് ആയിട്ടുള്ള കൺക്ലൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു വാലിഡ് എഫിഷ്യൻ്റ് ആൻഡ് എക്കണോമിക് വേയിൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യണം, അതിനാണ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ദ ഡിസൈനിങ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ആൻഡ് ദ അനാലിസിസ് ഓഫ് ഒബ്റ്റെയിൻ ഡാറ്റ ആർ ഇൻസെപ്പറബിൾ. അപ്പം ഈ എങ്ങനെ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്യുന്നു, അതും ഈ ഔട്ട്പുട്ട്, ഈ ഡേറ്റ ഔട്ട്പുട്ടും അനാലിസിസ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നതും രണ്ടും എന്താണ്, ഇൻസെപ്പറബിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പം മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ എങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്യുന്നു അത് ആ ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ ഔട്ട്പുട്ട് നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്ത് അത്രത്തോളം നല്ലതായിരിക്കും. അപ്പോൾ ഈ രണ്ടെന്ന് പറയുന്നത് എന്താണ്, റിലേറ്റഡ് ആണ്. ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റും ഫൈനൽ അനാലിസിസ് ഓഫ് ഡേറ്റയും തമ്മിൽ റിലേറ്റഡ് ആണ്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് ആക്യുറസിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നോ അത്രത്തോളം ആക്യുറസിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇഫ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് ഡിസൈൻഡ് പ്രോപ്പർലി കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ക്വസ്റ്റ്യൻ then the data generated is valid and proper analysis of data provides the valid statistical inference. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പ്രോപ്പർ അനാലിസിസ് ആണോ, അല്ലെങ്കിൽ ആ ഡേറ്റ പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. ഫസ്റ്റ് നമ്മൾ ഡേറ്റയിലായിരിക്കുമല്ലോ ഡിസൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഫ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് നോട്ട് വെൽ ഡിസൈൻഡ് ദ വാലിഡിറ്റി ഓഫ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഈസ് ക്വസ്റ്റ്യനബിൾ ആൻഡ് മേ ബി ഇൻവാലിഡ്. നമ്മൾ എക്സ്പെരിമെൻറ്റ് നമ്മൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, എക്സ്പെരിമെൻറ്റ് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റേറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇൻവാലിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ് ദ ബേസിക് ടെർമിനോളജീസ് യൂസ്ഡ് ഇൻ ദ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. നമ്മുടെ ഈ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് വേണ്ട കുറച്ച് ടേംസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് ഒന്നാമത്തേതാണ്. എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്. For conducting an experiment, the experimental material is divided into smaller parts and each part is referred to as an experimental unit. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഫീൽഡിലാണെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസറിൻ്റെ എഫക്റ്റീവ്നെസ്, അതിൻ്റെ എഫിഷ്യൻസിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്തെങ്കിലും ഒരു റൈസ് ആണെങ്കിൽ അതിൻ്റെ ഓരോ പ്ലോട്ട് എടുക്കും. ഇപ്പോൾ ഒരു 5 പ്ലോട്ട് എടുക്കുന്നു. നമ്മുടെ കയ്യിൽ 5 ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കേണ്ടത് ഈ 5 എണ്ണത്തിൽ ഏതാണ് നല്ലതെന്ന് നോക്കണം. എന്നുവെച്ചാൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുന്നത് ഏത് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോഴാണെന്ന് നമുക്ക് നോക്കണം. അപ്പം നമ്മൾ ഈ ഒരു പാഡിയിൽ നമ്മൾ എന്ത് ചെയ്യും, 5 പ്ലോട്ട്സ് സെലക്ട് ചെയ്യും. ആ 5 പ്ലോട്ട്സിൽ നമ്മൾ ഈ 5 ഫെർട്ടിലൈസേഴ്സ് നമ്മൾ കൊടുക്കും. ആദ്യത്തെ പ്ലോട്ടിൽ നമ്മളൊരു ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യും, രണ്ടാമത്തെ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യും. അങ്ങനെ ഈ 5 ഫെർട്ടിലൈസറിന് വേണ്ടി നമ്മൾ 5 പ്ലോട്ട് അവിടെ എടുക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എവിടെയാണോ ഈ ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ 5 പ്ലോട്ട് എടുത്തു. ഈ 5 പ്ലോട്ടിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്.
ദ ട്രീറ്റ്മെൻറ്റ് ഈസ് റാൻഡംലി അസൈൻ ടു ദ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്. എന്നിട്ട് നമ്മൾ ഈ 5 പ്ലോട്ടിൽ നമ്മൾ ഈ ഫെർട്ടിലൈസർ റാൻഡമായിട്ട് നമ്മൾ കൊടുക്കും. അപ്പം റാൻഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത്തത് ഇതിന് കൊടുക്കണം അങ്ങനെയല്ല, നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്തിട്ട് ഓരോ പ്ലോട്ടിലും ഓരോ ഫെർട്ടിലൈസറും കൊടുക്കും. ദ ഫ്രേസ് റാൻഡംലി അസൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഡെഫിനിഷൻ. ഈ റാൻഡം എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും നമ്മൾ റാൻഡമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുക. അല്ലെങ്കിൽ ബയസ് വരും, പേഴ്സണൽ ബയസ്. നമുക്ക് ഇന്ന ഔട്ട്പുട്ട് കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ നമുക്കിപ്പോൾ ഇന്നൊരു ഫെർട്ടിലൈസറാണ് നമുക്ക് കൂടുതൽ കിട്ടേണ്ടത്, സോ അത് കുറച്ച് അധികം ഇടാം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് ട്രൂ ആയിട്ടുള്ള നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കൺക്ലൂഷനിലെത്തും, പക്ഷേ അതൊരിക്കലും വാലിഡ് ആയിരിക്കില്ല. ഇനി എക്സ്പെരിമെൻറ്റ്, എ വേ ഓഫ് ഗെറ്റിംഗ് എൻ ആൻസർ ടു എ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് എക്സ്പെരിമെൻറ്റർ വാണ്ട്സ് ടു നോ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിന് ഒരു ആൻസർ വേണമല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ആൻസറിൽ എത്തിച്ചേരുന്നത് ആ ഒരു ഇതിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലൊരു പ്രോബ്ലം ഉണ്ടാവും, നമുക്ക് അതിലൊരു ആൻസർ വേണം. എങ്ങനെയാണോ നമ്മൾ ആ പ്രോബ്ലത്തിൽ നിന്നും ആൻസറിലേക്ക് എത്തിച്ചേരുന്നത് അതിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ്, ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഓർ പ്രൊസീജിയേഴ്സ് വിച്ച് ആർ ടു ബി കമ്പയർഡ് ഇൻ എൻ എക്സ്പെരിമെൻറ്റ് ആർ കോൾഡ് ട്രീറ്റ്മെൻറ്റ്സ്. ഇവിടെ പറയുന്ന ആ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞ സാധനമില്ലേ, 5 ടൈപ്പ് ഫെർട്ടിലൈസർ ഞാൻ പറഞ്ഞു, ഞാൻ എക്സാമ്പിളോടെ പറയുന്നത് കുറച്ചും കൂടെ മനസ്സിലാവാനാണ്. അപ്പോൾ ഈ 5 ടൈപ്പ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 5 ടൈപ്പ് ഫെർട്ടിലൈസറാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ എന്തിൻ്റെ എഫക്റ്റീവ്നെസ് ആണോ, എന്തിൻ്റെ എഫിഷ്യൻസി ആണോ ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ പ്രോബ്ലം എന്താണോ അതിനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ കമ്പയർ ചെയ്യുന്നത്, നമ്മുടെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്, എന്തിനെയാണ് കമ്പയർ ചെയ്യുന്നത്, അതാണ് ട്രീറ്റ്മെൻറ്റ്. സാമ്പിളിംഗ് യൂണിറ്റ്, the object that is measured in an experiment is called the sampling unit. This may be different from the experimental unit. അപ്പം ഈ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്, സാമ്പിൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ, നമ്മുടെ ഒരു പ്ലോട്ട്സ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലോട്ടിൽ കുറേ, ഇപ്പം വീറ്റ് ആണെങ്കിൽ കുറേ വീറ്റിൻ്റെ ചെടികളുണ്ടാവും. അപ്പം ഈ ഓരോന്നിനെയാണ് നമ്മൾ ഓരോ സാമ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മൊത്തം ഈ ഒരു ഫെർട്ടിലൈസർ ഒരു പ്ലോട്ടിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളതിൻ്റെ കുറച്ച് ടൈം എടുത്ത് നമ്മൾ അതിൻ്റെ ഗ്രോത്ത് നോക്കി കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആ ഒരു പ്ലോട്ടിൽ നിന്നും കുറച്ച് വീറ്റിൻ്റെ ചെടികൾ എടുക്കും. അപ്പോൾ ആ ഒരു മൊത്തം എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് പകരം കുറച്ച് പോർഷൻ എടുക്കും. അതിനാണ് നമ്മൾ സാമ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഫാക്ടർ, എ ഫാക്ടർ ഈസ് എ വേരിയബിൾ ഡിഫൈനിങ് എ കാറ്റഗറൈസേഷൻ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിൻ്റെ ബേസിലാണോ ഈ പ്ലോട്ട് കാറ്റഗറൈസ് ചെയ്തത്, നമ്മൾ 5 പ്ലോട്ടായിട്ട് എടുത്തു, അതെന്തിൻ്റെ ബേസിലാണോ നമ്മൾ എടുത്തത് അതിനെയാണ് ഫാക്ടർ എന്ന് പറയുന്നത്. എ ഫാക്ടർ ക്യാൻ ബി ഫിക്സഡ് ഓർ റാൻഡം. ചിലപ്പോൾ അത് ഫിക്സഡ് ആവാം അല്ലെങ്കിൽ റാൻഡം. ചിലപ്പം എല്ലാ പ്ലോട്ടിലും ഒരേ സൈസ് യൂണിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പം അതെന്തായിരിക്കും, ചിലപ്പോൾ ഒരു പ്ലോട്ടിൽ കുറേ അധികം ഉണ്ടാവും, രണ്ടാമത്തിൽ കുറച്ച് കുറവുണ്ടാവും, അങ്ങനെ റാൻഡം ആയിരിക്കാം. റെപ്ലിക്കേഷൻ, ഇറ്റ് ഈസ് ദ റെപ്പിറ്റേഷൻ ഓഫ് ദ എക്സ്പെരിമെൻ്റൽ സിറ്റുവേഷൻ ബൈ റെപ്ലിക്കേറ്റിംഗ് ദ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ആദ്യം ഒരു 5 എണ്ണത്തിൽ 5 പ്ലോട്ടിൽ കൊടുക്കും, പിന്നെ നമ്മളൊരു 5 പ്ലോട്ട് എടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ റെപ്ലിക്കേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ആക്യുറസിയും കൂടും. എന്നുവെച്ചാൽ ആ ഫെർട്ടിലൈസേഴ്സിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് നല്ല രീതിയിൽ കിട്ടും. ഇനി എക്സ്പെരിമെൻ്റൽ എറർ, ദ അൺഎക്സ്പ്ലെയിൻഡ് റാൻഡം പാർട്ട് ഓഫ് ദ വേരിയേഷൻ ഇൻ എനി എക്സ്പെരിമെൻറ്റ് ഈസ് ടേംഡ് ആസ് എക്സ്പെരിമെൻ്റൽ എറർ. അപ്പോൾ നമ്മൾ എന്തൊക്കെ നല്ല രീതിയിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്താലും അതിൻ്റെ ഇടയിൽ ചിലപ്പം ഒരു റാൻഡം എറർ വരാൻ ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ എറർ എന്ന് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ, എ ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ ഇസ് ദ മാനർ ഇൻ വിച്ച് ദ ലെവൽസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തെയാണോ കമ്പയർ ചെയ്യുന്നത് അതിനാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം വേണം, അത് എത്രത്തോളം നമ്മൾക്ക് ആ ഒരു പർട്ടിക്കുലർ എക്സ്പെരിമെൻ്റൽ യൂണിറ്റിൽ നമ്മൾ എത്രത്തോളം അപ്ലൈ ചെയ്യാം, അതിനാണ് ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ. അതിനാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൂടി ഇതൊരു എക്സാമ്പിളോട് നോക്കുകയാണെങ്കിൽ, സപ്പോസ് സം വെറൈറ്റീസ് ഓഫ് ഫിഷ് ഫുഡ് ഈസ് ടു ബി ഇൻവെസ്റ്റഡ് ഓൺ സം സ്പീഷീസ് ഓഫ് ഫിഷസ്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് കുറച്ച് വെറൈറ്റി ഓഫ് ഫിഷ് ഫുഡ് ഉണ്ട്. അപ്പോൾ ഈ ഫിഷ് ഫുഡ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ പല ഫിഷിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഫിഷ് ഫുഡ് പിന്നെ കൊടുത്തപ്പോഴാണ് ഫിഷിന് നല്ല ഗ്രോത്ത് ഉണ്ടായതെന്ന് നമ്മൾ അതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ആ ഫിഷ് ഫുഡിൽ ഏതാണ് ബെറ്റർ, അതാണ് നമുക്ക് നമ്മളുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ദ ഫുഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ വാട്ടർ ടാങ്ക്സ് കണ്ടെയ്നിങ് ദ ഫിഷസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ടൈപ്പ് ഓഫ് ഫിഷസിനെ ഒരു ടാങ്കിലാക്കുന്നുണ്ട്, വേറൊരു ടൈപ്പ് ഓഫ് ഫിഷസിനെ അങ്ങനെ ഓരോ ടാങ്കിലാക്കിയിട്ടാണ്. അപ്പോൾ ഒരു ടാങ്കിൽ ഒരു ഫുഡ് അല്ലേ, ഒരു ഫുഡ് വെറൈറ്റി അല്ലേ ഇടാൻ പറ്റുള്ളൂ. എല്ലാം കൂടെ മിക്സ്ഡ് ആക്കിയിട്ട് ഒരു ടാങ്കിൽ ഇടാൻ പറ്റില്ലേ. അപ്പം ഒരു ടാങ്കിൽ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ഫിഷ് ഫുഡ് ഇടും, രണ്ടാമത്തെ ടൈപ്പ് ഇടും,
അങ്ങനെ എത്ര നമുക്കിപ്പോൾ ഒരു n ടാങ്ക്സ് ഉണ്ടെങ്കിൽ നമ്മൾ n ടൈപ്സ് നമ്മുടെ കയ്യിൽ n ഫിഷ് ഫുഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ n ഫിഷ് ഫുഡും n ടാങ്ക്സിലാണ് ഇടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടാങ്കിലെയും ഫിഷിനുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൽ കളറിലുള്ള ചേഞ്ച്, പിന്നെ അതുപോലെ ഗ്രോത്ത്, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പം നമ്മൾ ഈ ഓരോ ഫുഡും ഓരോ ടാങ്കിലാണ് ഇടുക. അപ്പം നമ്മൾ ആ ഒരു ടാങ്ക് എന്ന് പറയുന്നതാണ് ഒരു എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്. ആ ഒരു ടാങ്കിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ദ റെസ്പോൺസ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ വെയിറ്റ് ഓഫ് ഫിഷ്. അപ്പോൾ നമ്മളിൽ കിട്ടുന്ന റെസ്പോൺസ് എന്താണ്? ഫിഷിലുണ്ടാവുന്ന ആ ഒരു ഇൻക്രീസ് ആണ്. അതാണ് നമ്മൾ റെസ്പോൺസ് ആയിട്ട് എടുക്കുന്നത്. ദ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് ഈസ് ദ ടാങ്ക് ആസ് ദ ട്രീറ്റ്മെൻറ്റ് ഈസ് അപ്ലൈഡ് ടു ദ ടാങ്ക്, നോട്ട് ടു ദ ഫിഷ്. നമ്മൾ ഡയറക്റ്റ്ലി ഫിഷിനല്ല ഇത് കൊടുക്കുന്നത്, പകരം നമ്മൾ ടാങ്കിലോട്ട് റാൻഡമായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മളല്ലാണ്ട് ഓരോ ഫിഷിനും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഫിഷ് എന്തായിട്ട് മാറും? എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് ആയിട്ട് മാറും. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ടാങ്കിലോട്ട് ഇട്ട് കൊടുക്കുക. ടാങ്കിൽ കുറേ ഫിഷസ് ഉണ്ടാവും, ആ ടാങ്കിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതാണ് ഇവിടെ നോട്ട് ചെയ്തേക്കുന്നത്. നോട്ട് ദാറ്റ് ഇഫ് ദ എക്സ്പെരിമെൻ്റർ ഹാഡ് ടേക്കൺ ദ ഫിഷ് ഇൻ ഹാൻഡ് ആൻഡ് പ്ലേസ് ദ ഫുഡ് ഇൻ ദ മൗത്ത് ഓഫ് ഫിഷ്. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എന്തായി മാറിയേനെ? ഫിഷായി മാറിയേനെ. നമ്മളൊരു പർട്ടിക്കുലർ ടാങ്ക് മാത്രമാണ് എടുക്കുക, അതിനകത്ത് ഒരു 5-6 മീനുണ്ട്. നമ്മൾ ഈ 5 വെറൈറ്റി ഓഫ് ഫുഡും 5 മീനിന് നമ്മൾ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 5 മീനുകളും എന്തായി മാറിയേനെ? ഓരോ എക്സ്പെരിമെൻ്റൽ യൂണിറ്റായി മാറിയേനെ. പകരം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ ടാങ്കിൽ ഓരോ ഫുഡ് വെറൈറ്റി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ടാങ്കാണ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റായിട്ട് മാറുന്നത്. അപ്പം നമ്മൾ എവിടെയാണോ ആ ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത് അതൊരു എക്സ്പെരിമെൻ്റൽ യൂണിറ്റായിട്ട് മാറുകയാണ്. Then the fish would have been experimental unit as long as each of the fish got an independent scoop of food. Independent ആയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. One of the main objective of designing an experiment is how to verify the hypothesis in an efficient and economical way. അപ്പോൾ നമ്മളുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടാവും. അപ്പം ആ ഹൈപ്പോത്തിസിസ് എങ്ങനെയാണ് എഫിഷ്യൻ്റ് ആയ രീതിയിൽ നമുക്ക് കിട്ടുന്നത്, നമുക്ക് വാലിഡ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. എഫിഷ്യൻ്റ് ആൻഡ് എക്കണോമിക്കൽ വേയിൽ നമുക്ക് എങ്ങനെയാണ് ആ നൾ ഹൈപ്പോത്തിസിസിൻ്റെ വാലിഡിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ നൾ ഹൈപ്പോത്തിസിസ് ഓഫ് ഇക്വാലിറ്റി ഓഫ് സെവറൽ മീൻസ് ഓഫ് നോർമൽ പോപ്പുലേഷൻ ഹാവിംഗ് ദ സെയിം വേരിയൻസ്, ദ അനാലിസിസ് ഓഫ് വേരിയൻസ് ടെക്നിക് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ H0 എന്തായിരിക്കും? H0 എന്ന് പറയുന്നത് മീനുകളുടെ സെവറൽ മീൻസിന് നമ്മൾ ഇപ്പോൾ H0 എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് K എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് ഉണ്ടെങ്കിൽ, K ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ H0 എന്തായിരിക്കും? μ1 ഈക്വൽ ടു μ2 ഈക്വൽ ടു μ3 എക്സെട്ര μk എന്നായിരിക്കും. H1 എന്ന് പറയുന്നത് μi μt ഈക്വൽ ടു μk, ഓരോന്നും ഈക്വൽ അല്ല. ഇതാണ് നമ്മുടെ യൂഷ്വലി ഉള്ള എക്സ്പെരിമെൻറ്റ്. അതുപോലെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മളെടുക്കുന്ന ആ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നോർമൽ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതാണ് ഈ 2 അസംഷൻസ്. ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന 2 അസംഷൻസ് ആണ്. എന്തൊക്കെ? നമ്മുടെ H0 എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ K ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ H0 എന്ന് പറയുന്നത് μ1 ഈക്വൽ ടു μ2 ഈക്വൽ ടു എക്സെട്ര μk ആയിരിക്കും. അതുപോലെ നമ്മൾ എടുക്കുന്ന ആ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നോർമലാണ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ 2 അസംഷൻസ്. നോട്ട് ദാറ്റ് സച്ച് the designing of such a mechanism to obtain such data is achieved by the design of experiment. Okay. Note that such techniques are based on certain statistical assumptions. If these assumptions are violated, the outcome of the test of hypothesis then may also be faulty and the analysis of data may be meaningless. അപ്പോൾ നമ്മൾ ഈ അസംഷൻസ് എടുക്കാതെ നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഔട്ട്പുട്ടും വാലിഡ് ആവാൻ വഴിയില്ല. So the main question is how to obtain the data such that the assumptions are met and the data is readily available for the application of tools like analysis of variance. അപ്പം നമ്മൾ എന്താണ് നോക്കേണ്ടത്? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അസംഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ അനാലിസിസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ പ്രോബ്ലം. The designing of such a mechanism to obtain such data is achieved by the design of experiment. അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ബയസ് അല്ലെങ്കിൽ അസംഷൻസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് നമുക്കൊരു നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതെന്നാണ് നമ്മൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ദ സഫിഷ്യൻറ്റ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് ദി ട്രീറ്റ്മെൻറ്റ് ആർ അലോക്കേറ്റഡ് ടു ദ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ഇൻ എ റാൻഡം ഫാഷൻ. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഈ ട്രീറ്റ്മെൻറ്റ് ഓരോ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യും. Design of experiment provide a method by which the treatments are placed at random on the experimental units in such a way that the responses are estimated with the utmost precision possible. അപ്പോൾ നമ്മൾ ഈ ഓരോ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സിലും ഈ ട്രീറ്റ്മെൻറ്റുകൾ റാൻഡമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്
നമ്മൾ പിന്നെ റെസ്പോൺസ് മെഷർ ചെയ്യും. എന്താണ് നമ്മൾ മാക്സിമം നമ്മൾ പ്രിസിഷനിൽ നമ്മൾ ആ റെസ്പോൺസ് നമ്മൾ കൗണ്ട് ചെയ്യും. ഇനി പ്രിൻസിപ്പിൾ ഓഫ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പം നമ്മൾ നോക്കേണ്ട 3 പ്രിൻസിപ്പിൾസാണ്. അതൊന്നാമത്തെയാണ് റാൻഡമൈസേഷൻ, രണ്ടാമത്തെ റെപ്ലിക്കേഷൻ ആൻഡ് മൂന്നാമത്തെ ലോക്കൽ കൺട്രോൾ. അപ്പോൾ നിങ്ങളോടൊപ്പം ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ റാൻഡമൈസേഷനും റെപ്ലിക്കേഷനും ലോക്കൽ കൺട്രോളും ആണെന്ന് എഴുതും. പിന്നെ അത് എന്താണെന്ന് കൂടെ എഴുതണം. നമുക്ക് നോക്കാം എന്താണ് റാൻഡമൈസേഷൻ. റാൻഡം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. റാൻഡമൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ്സ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സിൽ റാൻഡമായിട്ട് അപ്ലൈ ചെയ്യണം. നമ്മളെപ്പോഴും നമ്മളുടെ ഉള്ളിലൊരു ബയസ് വെച്ചിട്ട് നമുക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റ് കൂടുതൽ എഫക്റ്റിൽ കിട്ടണമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും വാലിഡ് ആയിട്ടുള്ള കൺക്ലൂഷൻ തരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും റാൻഡം അലോക്കേഷൻ ആയിരിക്കും ചെയ്യേണ്ടത്. എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സിൽ ട്രീറ്റ്മെൻറ്റ് റാൻഡമായിട്ട് അലോക്കേറ്റ് ചെയ്യണം. The principle of randomization involves the allocation of treatment to experimental units at random to avoid any bias in the experimental resulting from the influence of some extraneous unknown factor that may affect the experiment. അപ്പം നമ്മൾ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പം എന്ത് ചെയ്യുക, നമ്മൾ റാൻഡമായിട്ട് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ നോക്കുക. എറർ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്രയൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്താലും നമ്മൾ എത്ര എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്താലും നമ്മൾക്കിടയിൽ വരുന്ന ഒരു ചെറിയൊരു എറർ ഉണ്ടാവും. അത് നമ്മൾ എത്ര ആക്യുറസി ചെയ്താലും ഒരു എറർ നമ്മൾ ഏതൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴും വരും. അതിനാണ് എക്സ്പെരിമെൻ്റൽ എറർ എന്ന് പറയുന്നത്. പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. In the development of analysis of variance, we assume that the errors are random and independent. അപ്പോൾ ഈ എറേഴ്സ് എന്ന് പറയുന്നതും ഒരു റാൻഡം വേരിയബിളാണ്, റാൻഡമായിട്ട് വരുന്ന എന്തിനെ നമുക്കൊരു റാൻഡം വേരിയബിളായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ എറർ എന്ന് പറയുന്നത് റാൻഡമാണ്, അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻ ടേൺ ദ ഒബ്സർവേഷൻസ് ഓൾസോ ബിക്കം റാൻഡം. അതുപോലെ നമ്മൾ ഈ എക്സ്പെരിമെൻ്റൽ യൂണിറ്റിൽ എടുക്കുന്ന ഒബ്സർവേഷൻസും റാൻഡം ആയിരിക്കണം. ആവാൻ പാടില്ല. അതുപോലെ റാൻഡം ആയിട്ടുള്ളതായിരിക്കണം. നമ്മൾ നേരത്തെ ഫിഷ് ടാങ്കിൽ പറഞ്ഞു, ഒരു ടാങ്കിൽ നമ്മൾ ഒരേ ടൈപ്പ് ഫിഷ് അല്ലാണ്ട് പലതരത്തിലുള്ള ഫിഷ്, കാരണം ഓരോ ഫിഷിലും ഓരോ തരത്തിലായിരിക്കും ഓരോ ഫുഡ് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു മൊത്തത്തിലുള്ളൊരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ ടൈപ്പ് റാൻഡമായിട്ട് വേണം അത് ആ ഒരു യൂണിറ്റിനെ സെലക്ട് ചെയ്യാൻ, എക്സ്പെരിമെൻ്റൽ യൂണിറ്റിൽ ആ ഒരു യൂണിറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. In turn, the observation also become random. The principle of randomization ensure it is. The random assignment of experimental units to treatments result in the following outcomes. അപ്പോൾ നമ്മൾ റാൻഡമായിട്ട് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക എന്നാണ് അവിടെ ABC എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഒന്നാമത്തത്, ഇറ്റ് എലിമിനേറ്റ്സ് സിസ്റ്റമാറ്റിക് ബയസ് ഒഴിവായി കിട്ടും. ബയസ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് എററാണ്. അപ്പോൾ അത് ഒഴിവായി കിട്ടും. ഇറ്റ് ഈസ് നീഡഡ് ടു ഒബ്റ്റെയിൻ എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഫ്രം ദ പോപ്പുലേഷൻ. അപ്പോൾ റാൻഡമായിട്ട് നമ്മൾ ഈ യൂണിറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ റെസ്പോൺസ് നോക്കാൻ നേരത്ത് നമ്മൾ ഈ പോപ്പുലേഷനിൽ നിന്നും കുറച്ച് റാൻഡമായിട്ടാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ സാമ്പിളും എന്തായിരിക്കും, നമ്മൾ ഓൾറെഡി റാൻഡമായിട്ടാണ് നമ്മൾ ഓരോ പ്ലോട്ടും പിന്നെ എടുത്തേക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് സാമ്പിൾ എടുക്കുമ്പോൾ ആ സാമ്പിളും എന്തായിട്ട് മാറും, റാൻഡമായിട്ട് മാറും. It helps in distributing the unknown variation due to confounded variables throughout the experiment and break the confounding influences. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പല പ്ലോട്ടുകളാക്കിയിട്ടുണ്ടല്ലോ. അപ്പം പല പ്ലോട്ടുകളാക്കിയിട്ടുണ്ടെങ്കിലും ഓരോ പ്ലോട്ടിലും റാൻഡമൈസേഷൻ വരികയാണെങ്കിൽ ഈ ഈ ഓരോ പ്ലോട്ടുകൾ തമ്മിലുള്ള വേരിയേഷൻസ്, ഇപ്പോൾ ഒരു പ്ലോട്ടും അടുത്ത പ്ലോട്ടും തമ്മിലുള്ള വേരിയേഷൻസ് വളരെ കുറവായിരിക്കും. ഇനി റാൻഡമൈസേഷൻ ഫോംസ് എ ബേസിസ് ഓഫ് എ വാലിഡ് എക്സ്പെരിമെൻറ്റ്, ബട്ട് റെപ്ലിക്കേഷൻ ഈസ് ഓൾസോ നീഡഡ് ഫോർ ദ വാലിഡിറ്റി ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. റാൻഡമൈസേഷൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഒന്നാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദ റാൻഡമൈസേഷൻ പ്രോസസ് ഈസ് സച്ച് ദാറ്റ് എവറി എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് റിസീവിങ് ഈച്ച് ട്രീറ്റ്മെൻറ്റ്. ഇറ്റ്സ് കോൾഡ് കംപ്ലീറ്റ് റാൻഡമൈസേഷൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്ലോട്ട് എടുത്തു, അതിൽ നമ്മൾ റാൻഡമായിട്ടാണ് യൂണിറ്റ്സ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റാൻഡമായിട്ട് യൂണിറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് അതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് എല്ലാത്തിനും കിട്ടാനുള്ളത് ഈക്വൽ ചാൻസ് ആയിരിക്കും. ആ ട്രീറ്റ്മെൻറ്റ് എല്ലാ യൂണിറ്റ്സിനും കിട്ടാൻ ഈക്വൽ ചാൻസ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് റാൻഡമൈസേഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു പ്ലോട്ടിലെ എല്ലാ യൂണിറ്റ്സിനും ആ ട്രീറ്റ്മെൻറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടായി കിട്ടുന്നുണ്ടെങ്കിൽ
അതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് റാൻഡമൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ടാങ്കിൻ്റെ കേസിലാണെങ്കിൽ നമ്മളൊരു ഫുഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ടാങ്കിലെ എല്ലാ ഫിഷസിനും അത് ഈക്വലി ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു കംപ്ലീറ്റ് റാൻഡമൈസേഷൻ നടന്നിട്ടുണ്ടെന്ന് പറയാം. If the randomization process is such that every experimental unit has an equal chance of പറഞ്ഞു. ഇനി അടുത്തത് replication. എന്താണ് replication എന്ന്? In the replication principle, any treatment is repeated a number of times to obtain a valid and more reliable estimate than which is possible with the one observations only. അപ്പം പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഒരു ടാങ്കിൽ ഒരു ഫിഷിനെ മാത്രം ഇട്ടാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഫുഡിൻ്റെ തന്നെ എഫക്റ്റ് ആയിരിക്കുമോ, അതിൻ്റെ ഗ്രോത്ത് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇൻബോൺ ആയിട്ട് അതിന് ഗ്രോത്ത് ഉള്ള ഒരു ഫിഷ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഫുഡിൻ്റെ എഫക്റ്റ് ആണോ എന്നുള്ളത്. സോ നമ്മളെപ്പോഴും ഒരു പ്ലോട്ട്, ഒരു എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എടുക്കുമ്പോൾ അതിലൊന്നിൽ കൂടുതൽ ഐറ്റംസ് ഒരു ഒബ്സർവേഷൻ എടുക്കുന്നതിന് പകരം ഒന്നിൽ കൂടുതൽ യൂണിറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കൺക്ലൂഷൻ വാലിഡ് ആയിട്ട് വരും. Replication provides an efficient way to increase the precision of an experiment. The precision increases with the increase in the number of observations. അപ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ precision എന്ത് ചെയ്യും, കൂടി വരും. Replication provides more observation when the same treatment is used, so it's increased precision. നമുക്ക് ഇപ്പം എക്സ് എന്ന് പറയുന്ന നമ്മളിപ്പം ഒരു ഒബ്സർവേഷൻ എടുക്കുന്നതെങ്കിൽ എക്സ് ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും, നോർമൽ വിത്ത് വേരിയൻസ് സിഗ്മ സ്ക്വയർ ആയിരിക്കും. പക്ഷേ നമ്മൾ എക്സ് ബാർ ആണ് നമ്മൾ ഇപ്പോൾ എൻ ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ് ബാർ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ഈ എക്സ് ബാറിൻ്റെ വേരിയൻസ് എന്താണ്, സിഗ്മ സ്ക്വയർ ബൈ എൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ സിഗ്മ സ്ക്വയർ ബൈ എന്നും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ചെറുത്, സിഗ്മ സ്ക്വയർ ബൈ എൻ അല്ലേ. അപ്പം വേരിയൻസ് എപ്പോഴും വേരിയൻസ് മിനിമം ആവുകയാണെങ്കിൽ പ്രിസിഷൻ കൂടും. വേരിയൻസ് മിനിമം ആകുമ്പം എഫിഷ്യൻസി കൂടും. എഫിഷ്യൻസി കൂടുകയാണെങ്കിൽ പ്രിസിഷൻ കൂടും. അങ്ങനെ അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ പ്രിസിഷൻ കൂടാൻ പറ്റും. ഈ ലാസ്റ്റ് വണ്ണാണ് ലോക്കൽ കൺട്രോൾ അല്ലെങ്കിൽ എറർ കൺട്രോൾ. ദ റെപ്ലിക്കേഷൻ ഈസ് യൂസ്ഡ് വിത്ത് ലോക്കൽ കൺട്രോൾ ടു റെഡ്യൂസ് ദ എക്സ്പെരിമെൻ്റൽ എറർ. നമ്മൾ റെപ്ലിക്കേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ ലോക്കൽ കൺട്രോളും കൂടെ വരുത്തുവാണെങ്കിൽ നമ്മളതിനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു എക്സ്പെരിമെൻ്റൽ എറർ കുറയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് സച്ച് ദാറ്റ് ദേ ആർ ഹോമോജീനിയസ് വിത്തിൻ ദ ബ്ലോക്സ്, then the variation among the block is eliminated and ideally the error component will contain the variation due to the treatments only. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ ഹോമോജീനിയസ് നമ്മൾ ആ ബ്ലോക്കിൽ ഒരു ബ്ലോക്ക് എടുക്കുമ്പോൾ അതിൽ ഫുള്ളും എന്താണ് ഹോമോജീനിയസ് ഐറ്റംസ് ആണെങ്കിൽ അപ്പോൾ നമ്മളുടെ ഈ വേരിയേഷൻ എമംഗ് ദ ബ്ലോക്സ് എന്തായിരിക്കും, എലിമിനേറ്റ് ആയി പോകും. ഇതിനെയാണ് നമ്മൾ ലോക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഔട്ട്പുട്ടിൻ്റെ എഫിഷ്യൻസി കൂട്ടും. Complete and incomplete block design. In most of the experiment, the available experimental units are grouped into blocks having more or less identical characteristics to remove the blocking effect from the experimental error. Such a design is termed as block designs. അപ്പോൾ നമ്മൾ പല കേസിലും ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റിൽ കണ്ടക്ട് ചെയ്യുക. അതിനാണ് നമ്മൾ ബ്ലോക്ക് ഡിസൈൻ എന്ന് പറയുന്നത്. The number of experimental units in the block is called block size. നമ്മൾ ആ ബ്ലോക്കിൽ എത്ര എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് ഉണ്ട് അതിനെയാണ് നമ്മൾ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൈസ് ഓഫ് ദ ബ്ലോക്കും നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സും എന്നുവെച്ചാൽ ബ്ലോക്കിലുള്ള യൂണിറ്റ്സിൻ്റെ എണ്ണവും നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സും ഈക്വൽ ആണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ബ്ലോക്ക് ഡിസൈൻ എന്ന് പറയും. ഇപ്പോൾ അല്ലാത്ത കേസിൽ കുറവാണെങ്കിൽ, ഇതിൻ്റെ കേസ് നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ബ്ലോക്കിനേക്കാളും കുറവാണെങ്കിൽ നമ്മളതിനെ ഇൻകംപ്ലീറ്റ് ബ്ലോക്ക് ഡിസൈൻ. അപ്പോൾ സൈസ് ഓഫ് ദ ബ്ലോക്കും സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് എത്ര ഉണ്ടെന്ന് നോക്കും. അതും നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സും ഈക്വൽ ആണെങ്കിൽ കംപ്ലീറ്റ് ബ്ലോക്ക് ഡിസൈൻ എന്ന് പറയും. ഈ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ബ്ലോക്കിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെ ഇൻകംപ്ലീറ്റ് ബ്ലോക്ക് ഡിസൈൻ എന്ന് പറയും. ഇതാണ്